Hello everyone. Namaskaram. Welcome back to the business section. ബിസിനസ് മാസ്റ്ററിയിലെ നമ്മുടെ അത്ഭുതകരമായ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്താം എന്നതിന്റെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ദിവസവും നിത്യം പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിന് മാറ്റം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോ കാരണം ഇതിലൊന്നും നമുക്ക് വളരെ കൃത്യമായി നമ്മളതിനെ അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. പല കാര്യങ്ങളും പലപ്പോഴും പല കോംപ്രമൈസുകളും നമ്മൾ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോ നമ്മള് അങ്ങനെ നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ ഇതിപ്പോ മിനിയാൻ നമ്മൾ മിറർ ടെക്നിക്കിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ മിറർ ടെക്നിക്കിനെ പറഞ്ഞു. വളരെ ലളിതമാണ് സംഭവം, ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഐ എം എ ബിസിനസ് മാൻ, ഞാനൊരു പണക്കാരനല്ലേ, ഞാൻ ഭയങ്കര സംഭവമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഞാനൊരു വലിയ സംഭവമാണെങ്കിൽ തന്നെയും മിററിന്റെ മുമ്പിൽ പോയാലും കാണുന്നത് എന്നെ തന്നെയാണല്ലോ അല്ലെ. അപ്പൊ ഞാൻ എത്ര വലിയ സംഭവമാണെന്നും എന്റെ ഉടനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ മറ്റാളോട് പറയാനുണ്ടേ ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും, അത് ആ അല്ലെ പറയുന്നില്ല, ഞാൻ എന്തൊക്കെയാണെന്നും പറയുന്നില്ല. നമ്മളെ അങ്ങനെ പറയാറില്ലേ ലീ. അത് നമ്മള് സാധാരണ മറ്റുള്ളവർ നമ്മളെ അങ്ങനെ പറയുന്ന നമ്മളെ മറ്റുള്ളവർ അഹങ്കാരി എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ നമ്മളെ വലിയവനെന്ന് വിളിക്കും. പക്ഷെ മറ്റുള്ളവർ പറയുന്ന പേര് അഹങ്കാരി. അതിനൊരു മാറ്റർ അല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്ന് മിറർ ടെക്നിക്കിന് ഇന്നലെ പറഞ്ഞപ്പോ അത് പറയാൻ പോയ കാര്യമാണ്. അതുകൊണ്ട് മിറർ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഇതേ അഹങ്കാരം ഒന്ന് കാണിച്ചാലോ, അത് ഗുണം ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യുമ്പോൾ സൈക്കോളജിക്കലായിട്ട് അത് ഗുണം ചെയ്യും. നമ്മളെ ദോഷമല്ല ചെയ്യാം, ഗുണം ചെയ്യും. അതുകൊണ്ട് സിംപ്ലിസിഫിക്കേഷൻ കാണിക്കണ്ട. അവിടെ പോയിട്ട് നമുക്ക് നല്ലത് തന്നെ ചെയ്യണം. നല്ല കാര്യം തന്നെ അവിടെ പ്രാർത്ഥിക്കണം. എനിക്കത് നേടാൻ പറ്റും, ഞാനത് നേടും, ഞാൻ കോടീശ്വരനാവും, അല്ലെങ്കിൽ അമ്മായി ബിസിനസ്, എന്റെ ബിസിനസ് ഇത്രയും ക്ലയന്റിന് എത്തും, ഇത് വലിയൊരു ക്ലയന്റിനെ ആലോചിച്ചു, വലിയ ക്ലയന്റിന് എത്തും എന്നൊക്കെ മിററിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേക്ക് യു ബിഗ് ഡിഫറൻസ് ഓർ ബിഗ് സെൻസ് എന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 4-മത്തെ പോയിന്റ് ആണ് ഫോക്കസ്ഡ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഫോക്കസ്ഡ് ഇന്റൻഷൻ ഈസ് എ സൂപ്പർ പവർ ഫോർ യുവർ ബിസിനസ് എന്ന് പറയും. നമ്മള് പലപ്പോഴും ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ആൾക്കാരോട് എല്ലാം ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾക്ക് ആ ബിസിനസ്സിനകത്ത് ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടാവും. ആ ശ്രദ്ധ കുറയുമ്പോൾ മാത്രമാണ് ബിസിനസ് പരാജയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒരേ ദിശയിലായാൽ സ്വാഭാവികമായും അവിടെ വിജയം സുനിശ്ചിതമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന വളരെ ലളിതമായ പ്രക്രിയയാണ്. അതായത് നമ്മൾ നിങ്ങൾ തന്നെ ഇപ്പൊ ആലോചിച്ചു, ഒരു ഓർഡർ എടുക്കാൻ പോവുകയാണ് നിങ്ങൾ ബിസിനസ് എഴുതിക്കോ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് വിശകലനം ചെയ്ത് ആ ഓർഡർ എനിക്ക് എടുക്കാൻ പറ്റും എന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിനു വേണ്ടി അലൈൻ ചെയ്തിട്ട് നിങ്ങൾ ആ ഓർഡറിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയേ. 100% ഉറപ്പാണ് ആ ഓർഡർ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല. അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ ടെൻഷൻ അടിച്ച് ഫ്രസ്ട്രേഷനായി, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ അനാവശ്യമായ കുറെ ചിന്തകളൊക്കെ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? വളരെ റെയറാണ്. കിട്ടുമായിരിക്കും, കിട്ടിയാലും ലോസ് ആയി പോകും. വളരെ കൂളായി സ്വസ്ഥമായി നിങ്ങൾ ഫുൾ കോൺഫിഡൻസോട് കൂടി ഫുൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, അത് സക്സസ് ആക്കാനും പറ്റും. ഇതാണ് ഫോക്കസ്, ദ ലോ ഫോക്കസ് എന്ന് പറയുന്ന നിയമത്തിന്റെ പ്രത്യേകത. നിയമമൊന്നുമല്ല, സാധാരണ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് എവിടെ നമ്മൾ ഏകാഗ്രമായ ലക്ഷ്യം വെക്കുന്നു ആ ബിസിനസ് വളർച്ചയ്ക്ക് ബിസിനസ് വളർച്ചയ്ക്ക് ഒരു സൂപ്പർ പവർ പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒരേ ദിശയിൽ അണിനിരത്തുമ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് തത്വം. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമായി എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാണ്, മാസം ഇത്ര ഗോളാണ്, ഇത്രയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ 3 മാസത്തിൽ ഇത്രയാണ് ചെയ്യുന്നത്, ഒന്ന് എഴുതി വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. അതായത് എന്റെ ബിസിനസ് ഇപ്പോൾ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം സ്ഥിരമായി നേടുന്നു എന്ന് എപ്പോഴും കൃത്യമായി ഫോക്കസ് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ച് മുമ്പിലോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് 100% അത് നേടാൻ സാധിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിനെ ഇത് എഴുതുമ്പോ ഇത് നിങ്ങളുടെ മനസ്സിനെ ഇതിനോടകം സംഭവിച്ചതുപോലെ സങ്കല്പിച്ചു കൊണ്ട് വേണം എഴുതാനായിട്ട്.
ആ എഴുതി കഴിഞ്ഞാൽ നേടിയെടുത്തതിലുള്ള സന്തോഷവും സമൃദ്ധിയും സംതൃപ്തിയും അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ ചോദ്യം തന്നോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഈ ലക്ഷ്യവുമായി യോജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകിയിട്ട് എന്റെ ബിസിനസ് ഇപ്പോൾ പ്രതിമാസം 25 ലക്ഷം രൂപയുടെ വരുമാനം സ്ഥിരമായി നേടുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. യു വിൽ ഹാവ് എ ചേഞ്ചസ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ബിസിനസിന്റെ വിത്തുകളാണ് എന്ന് അറിയുക. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു എന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളുടെ ചിന്തകൾക്കാണ്. അപ്പൊ ആ ഒരു ഫ്രേസ് ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ബിസിനസിന്റെ വിത്തുകളാണ്, അവയെ നിങ്ങൾ ശ്രദ്ധയോടെ പരിപാലിക്കുക, അപ്പോൾ അത്ഭുതകരമായ വളർച്ച നിങ്ങൾക്ക് ലഭിക്കുകയും അതിന്റെ വിളവുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ ഒരു ചോദ്യം ലാസ്റ്റ് അല്ലെ, നിങ്ങൾ ആദ്യം തന്നെ ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ കമന്റ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ശക്തമായിട്ടുള്ള ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് ഗോള് കൃത്യമായി സെറ്റ് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ഡൗൺ ഇൻ എ പ്രസന്റ് ടെൻസ് ഐ ആം കൺസിസ്റ്റന്റ്ലി മേക്കിംഗ് 25 lakhs പെർ മന്ത് വിത്ത് ഈസി എന്ന് എല്ലാ ദിവസവും എഴുതുക. അതിനെ വിഷ്വലൈസ് ചെയ്യുക, അത് സംഭവിച്ചതായിട്ട് വിശ്വസിക്കുക. ആൻഡ് ആസ്ക് എവറി ഡേ, ആർ മൈ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ആക്ഷൻ അലൈൻ വിത്ത് ദിസ്? അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ അതിനുവേണ്ടി തന്നെ ആയിക്കഴിഞ്ഞാൽ 100% അത്ഭുതമായി മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നത് കാണാം എന്ന് മാത്രം ഇന്നത്തെ സെഷനിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എന്റെ ഭാഗം കൂടി ഓർമ്മിപ്പിക്കണം അല്ലെ, ഇത് ഡെയിലി വരണമെങ്കിൽ എനിക്കും ചില സപ്പോർട്ടുകൾ നിങ്ങൾ നൽകണം. ഒന്ന്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബിസിനസ്സുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഒന്ന് കാണൂ, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ബിസിനസ് വളർത്താൻ പറ്റുമെന്ന് കാണൂ എന്ന് അയച്ചു കൊടുത്തിട്ട് താഴെ ഒരു കമന്റും കൂടി രേഖപ്പെടുത്താൻ പറയുക. Thank you very much. We'll see you next session. So thank you. Wonderful day.